ഓക്കെ, സോ നമ്മൾ കുഞ്ഞൊരു ബ്രേക്ക് എടുത്തു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് കേട്ടോ. അപ്പൊ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് കാർബണും ഹൈഡ്രജനും ഇടയിലായിട്ട് സിംഗിൾ ബോണ്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളാണ്, അതായത് ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വരുന്നത് കേട്ടോ. ഓക്കെ, സോ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ സിംഗിൾ ബോണ്ടിന് പകരം ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തിട്ടില്ല, കണ്ടോ? CH3 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിന്റെ പേര് എങ്ങനെയാണ് എഴുതാന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. അപ്പൊ പേര് എഴുതാനായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുക, എത്ര ഗ്യാപ്പുകൾ ഉണ്ടെന്ന് നോക്കുക കേട്ടോ. ഇത് ഒന്നാമത്തെ ഗ്യാപ്പ്, ഇത് രണ്ടാമത്തെ ഗ്യാപ്പ്, ഇത് മൂന്നാമത്തെ ഗ്യാപ്പ്. 3 ഗ്യാപ്പുകളാണല്ലോ ഉള്ളത്. ഇതിൽ എത്രാമത്തെ ഗ്യാപ്പിലാണ് ഉള്ളത്? ഒന്നാമത്തെ ഗ്യാപ്പിലാണ് നമ്മുടെ ഡബിൾ ബോണ്ട് വരുന്നത്. ഒന്നാമത്തെ ഗ്യാപ്പിലാണ് ഡബിൾ ബോണ്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിൽ എത്ര ഹൈഡ്രോ കാർബണുകൾ ഉണ്ട്? എത്ര കാർബണുകൾ ഉണ്ട്? 1 2 3 4. ദാറ്റ് ഈസ് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. നമുക്ക് ഇതിന് പറയാം, ഇതിന്റെ പേര് ബ്യൂട്ടീൻ എന്നാണ്. ബ്യൂട്ടീൻ നമ്മൾ പറഞ്ഞു, ഡബിൾ ബോണ്ട് ആണെങ്കിൽ എപ്പോഴും വരേണ്ടത് എന്താണ് വരുന്നത്? ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈനാണ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐനാണ്, YNE ആണ്. നമുക്കറിയാം YNE ആണ്. ഓക്കെ, YNE. അപ്പൊ ഇത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടീൻ. ഓക്കെ, ബ്യൂട്ടീൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഇവിടെ എത്രാമത്തെ ഗ്യാപ്പിലാന്ന് പറഞ്ഞു? ഒന്നാമത്തെ ഗ്യാപ്പിലാണ്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഇതിന് എന്തെന്ന് പറയാം? ബ്യൂട്ട് ഒന്നാമത്തെ ഗ്യാപ്പില് ഡബിൾ ബോണ്ട്, ഇങ്ങനെ എഴുതാം. ബ്യൂട്ട് 1 ഈൻ, ഇങ്ങനെ എഴുതാം. ഇവിടെ ബ്യൂട്ട് 1 ഈൻ എന്നുള്ളത് ഇവിടെ 1 എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നാണെന്നുണ്ടെങ്കിൽ 1 എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ, CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. അപ്പൊ ആദ്യം നോക്കേണ്ടത് ടോട്ടൽ എത്ര കാർബണുകൾ ഉണ്ട്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. നമ്മൾ അത് എഴുതി. എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കിക്കേ. ഒന്നാമത്തെ ഗ്യാപ്പ്, രണ്ടാമത്തെ ഗ്യാപ്പ്, മൂന്നാമത്തെ ഗ്യാപ്പ്, നാലാമത്തെ ഗ്യാപ്പ്. എത്രാമത്തെ ഗ്യാപ്പിൽ നമ്മുടെ ഡബിൾ ബോണ്ട് വരുന്നേ? രണ്ടാമത്തെ ഗ്യാപ്പിലാണല്ലോ. സോ നമുക്ക് പറയാം പെന്റ് 2 ഈൻ. സിമ്പിൾ ആണല്ലോ. എത്രാമത്തെ ഗ്യാപ്പിലാണെന്ന് നോക്കാം, പെന്റ് 2 ഈൻ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതാ, ഇവിടെ ആദ്യം നോക്കേണ്ടത് എത്ര കാർബണുകൾ ഉണ്ട്? 1 2 3 4. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ഓക്കെ, ഇത് എന്തിനാണ്? ബ്യൂട്ടീൻ തന്നെയാണ് കേട്ടോ. ബ്യൂട്ടീൻ എന്ന് പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ എന്തെന്ന് പറയാം? ഒന്നുകിൽ ബ്യൂട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ബ്യൂട്ട് 1 ഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല. മനസ്സിലായി? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ഓക്കെ, ക്ലിയർ. അടുത്തത് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ബ്യൂട്ടാണ്. ഓക്കെ, ബ്യൂട്ടാണ്. സോ BUT, ബ്യൂട്ട്. എത്രാമത്തെ ഗ്യാപ്പിലാണ് വരുന്നത്? ഒന്നാമത്തെ ഗ്യാപ്പ്, രണ്ടാമത്തെ ഗ്യാപ്പ്, മൂന്നാമത്തെ ഗ്യാപ്പ്. എത്രാമത്തെ ഗ്യാപ്പിലാണ് വരുന്നത്? രണ്ടാമത്തെ ഗ്യാപ്പിലാണ്. സോ ബ്യൂട്ട് 2 ഈൻ. സിമ്പിൾ ആണല്ലോ, ബ്യൂട്ട് 2 ഈൻ. അടുത്തത് ഈത്തീൻ. വരയ്ക്കാനാ പറഞ്ഞിട്ടില്ല, ഈത്തീൻ വരയ്ക്കണം. മെത്ത്, എത്ത്. ഓക്കെ, മെത്ത്, എത്ത്, 2 കാർബൺ ഉള്ളൂ, 2 കാർബൺ. ഈ 2 കാർബണുകൾക്ക് ഇടയിലായിട്ട് എന്ത് വരണം? ഡബിൾ ബോണ്ട് വരണം. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കൊടുക്കുക? ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ CH3 ആണോ CH2 ആണോ CH ആണോ? കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാം. സ്ട്രക്ചർ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഈത്തീൻ ആണല്ലോ, അതായത് 2 കാർബൺ ഉണ്ടെന്ന് മനസ്സിലായി. ക്ലിയർ ആണ്? 2 കാർബൺ ഉണ്ട് മനസ്സിലായി. അപ്പൊ ഞാൻ അടുപ്പിച്ച് എഴുതണ്ടേ. 2 കാർബൺ ഉണ്ട്. ഈത്തീൻ ആണ്, 2 കാർബൺ ഉണ്ട്. ക്ലിയർ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു കാർബണിന് ചുറ്റും എത്ര ബോണ്ടുകൾ വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ. ടോട്ടൽ നമുക്ക് 4 ബോണ്ടുകൾ വരണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഓൾറെഡി ഇവിടെ നമുക്കിപ്പോൾ 2 എണ്ണം ഉണ്ട്. എത്ര കൂടി ആവശ്യമുണ്ട്? 2 എണ്ണം കൂടി ആവശ്യമുണ്ട്. CH മനസ്സിലായല്ലോ. 1 2 3 4. അതൊക്കെ ഇവിടെ അതേപോലെ തന്നെ H. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ CH2 ആണോ CH3 ആണോ CH ആണോ വരേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇങ്ങനെ വരച്ചിട്ട് എഴുതാം. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എഴുതാം, ഈ സീന്റെ കൂടെ എത്ര എണ്ണം ഉണ്ട്? ഇതിന്റെ കൂടെ 2 എണ്ണം ഉണ്ട്. സോ CH2 ഡബിൾ ബോണ്ട് CH2. സിമ്പിൾ ആണല്ലോ. ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രൊപ്പീൻ. മെത്ത്, എത്ത്, പ്രൊപ്പ്. 3 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇതാ ഞാൻ ആദ്യം 2 കൂടി വരയ്ക്കുന്നുണ്ട്. ആദ്യം ഞാനിത് സ്ട്രക്ചർ വരയ്ക്കുന്നുണ്ട്, അതിനുശേഷം സ്ട്രക്ചറൽ ഫോർമുല എഴുതാം. നോക്കിക്കേ, പ്രൊപ്പീൻ ആണ്, മെത്ത്, എത്ത്, പ്രൊപ്പ്. 3 കാർബൺ ഉണ്ട്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് കൊടുക്കാം,
ഒന്നാമത്തെ ഗ്യാപ്പിലായി, 2 ഗ്യാപ്പാണല്ല ഒന്നാമത്തെ ഗ്യാപ്പിലായി. അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് കൊടുക്കാം. ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാലും രണ്ടാമത്തെ ഗ്യാപ്പിലല്ല ഒന്നാമത്തെ ഗ്യാപ്പിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യും. എപ്പോഴും ഈ ഡബിൾ ബോണ്ടിന് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ സംഖ്യ വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഒന്നുകിൽ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ അവിടെ കൊടുക്കാം. എവിടെ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, ഡബിൾ ബോണ്ട് കൊടുത്തു. നമ്മൾ പറഞ്ഞൊരു കാർബൺ ചുറ്റും 4 എണ്ണം വേണം. സോ ഇവിടെ മനസ്സിലായല്ലോ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇതാ ഇവിടെ ഓൾറെഡി 1 2 3 എത്ര കൂടി മതി? ഒരെണ്ണം കൂടി മതി. എപ്പോഴും എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞിട്ടില്ല, ടോട്ടൽ 4 എണ്ണം വേണം കാർബണിന് ചുറ്റും. ഇവിടെ 2 എണ്ണം ഉണ്ട്, 3 4. ഓക്കെ, ഇവിടെയോ ക്ലിയർ ആണല്ലോ, ഇവിടെ എല്ലായിടത്തും ഹൈഡ്രജൻ കൊടുത്തു. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് ഇതിന്റെ ഘടനാവാക്യം എന്താ വരുന്നത്? നമ്മുടെ സ്ട്രക്ചറൽ ഫോർമുല എന്താ വരുന്നത്? ഇവിടെ CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ വരച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ബ്യൂട്ട് 1 ഇൻ അറിയാലോ, മെത്ത് എത്ത് പ്രൊപ്പ ബ്യൂട്ട്. അപ്പോൾ C മെത്ത് എത്ത് പ്രൊപ്പ ബ്യൂട്ട്. അതിലെന്നാ 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേല ഡബിൾ ബോണ്ട്. ഒന്നുകിൽ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ എവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ത് വരണം? അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ വരണം. ഇവിടെ 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 ക്ലിയർ ആണല്ലോ. ഇവിടെയൊക്കെ ഹൈഡ്രജൻ കൊടുക്കുക. അവിടെ ഇല്ല കേട്ടോ. മനസ്സിലായല്ലോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി നോക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ എഴുതാം. ബ്യൂട്ട് 2 ഇൻ എന്തെഴുതണം? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. രണ്ടാമത്തെ ഗ്യാപ്പിലാണ്. ഒന്നാമത്തെ ഗ്യാപ്പ്, രണ്ടാമത്തെ ഗ്യാപ്പിലാണ് എന്ത് വരുന്നത്? ഡബിൾ ബോണ്ട് വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആയിട്ടില്ല. ഓക്കെ, എപ്പോഴും കാർബണിന് ചുറ്റും എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഈ കാർബൺ ചുറ്റും 4 എണ്ണമായി. ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ, ഇവിടെ സിംഗിൾ ബോണ്ട് 1 2 3 4 4 എണ്ണമായി. ഇവിടെ 1 2 3 4 4 എണ്ണമായി. 1 2 3 4 ക്ലിയർ ആണല്ലോ. അപ്പൊ എങ്ങനെയാ ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരുന്നത്? CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനെ വരച്ചിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അടുത്തത് സ്ട്രക്ചർ വരച്ചിട്ട് എഴുതുക. പെൻഡ് 2 ഇൻ മെത്ത് എത്ത് പ്രൊപ്പ ബ്യൂട്ട്. പെൻഡ് 5 എണ്ണമാണ് വരേണ്ടത്. കാർബൺ 1 2 3 4 5. 2 രണ്ടാമത്തേലാണ്, രണ്ടാമത്തെ ഗ്യാപ്പിലാണ് എന്ത് വരുന്നത്? ഡബിൾ ബോണ്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി എന്ത് കൊടുത്തു? നമ്മൾ സിംഗിൾ ബോണ്ടുകൾ കൊടുത്തു. 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, ക്ലിയർ. ഓക്കെ, എന്ത് വരും? ഇവിടെ നോക്കിക്കേ, ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ. മനസ്സിലായല്ലോ. അപ്പൊ പേര് വരുന്ന സമയത്ത് CH3 ഇവിടെയോ CH മാത്രം ഡബിൾ ബോണ്ട്, അവിടെയോ CH മാത്രം സിംഗിൾ ബോണ്ട്, ഇവിടെയോ CH2 പിന്നെ CH3. മനസ്സിലായോ? ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പേരുകൾ ഉള്ളത്. ഈത്തൈൻ ആണേ. ഈത്തൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടാണ്. YNE അല്ലേ, ട്രിപ്പിൾ ബോണ്ടാണ് കേട്ടോ. ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ മെത്ത് എത്ത് 2 എണ്ണമാണ് വരുന്നത്. ഒരു കാർബൺ 1 2 3 ഒരു കാർബൺ. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. കാരണം എന്താ? കാർബണിന് ചുറ്റും എത്ര വരകൾ വേണം? ടോട്ടൽ 4 വരകൾ വേണം. 3 വരകൾ ഓൾറെഡി ബോണ്ടഡായി, ബാക്കി എക്സ്ട്രാ ഒരു വരയും കൂടി ആഡ് ചെയ്തു. എന്താ പേര് വരുന്നത്? CH ട്രിപ്പിൾ ബോണ്ട് CH. സിമ്പിൾ അല്ലേ? അടുത്തത് പ്രൊപ്പൈൻ മെത്ത് എത്ത് പ്രൊപ്പ്. 3 എണ്ണമാണ് വരുന്നത്. സോ C മെത്ത് എത്ത് പ്രൊപ്പ്. അതിൽ എത്രാമത്തേല കൊടുക്കുന്ന? ഒന്നാമത്തേലാണ്. അത് പ്രൊപ്പ് 1 അയനാണേ. ഓക്കെ, സോ ഒരു ഹൈഡ്രജൻ ഇവിടെ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ 3 ആയി, ഇവിടെ 4 ആയി. ഓക്കെ, ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൊടുക്കണം ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. സോ ദി നെയിം വിൽ ബി CH ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH3. മനസ്സിലായല്ലോ. അടുത്തത് ബ്യൂട്ട് 1 അയൻ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. ബ്യൂട്ട് 1 അയൻ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. 1ലാണ് ട്രിപ്പിൾ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 3 എണ്ണം ഉണ്ട്. സോ ഇവിടെ 4 ആയി.
1 2 3 1 2 3 4. മനസ്സിലായല്ലോ. സോ പേര് വരുന്നത് CH ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3. നെക്സ്റ്റ് പെൻറ്റ് 2 അയൺ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. ഓക്കെ, 2 അയൺ, 2ലാണ് ട്രിപ്പിൾ, അതായത് മൂന്നാമത്തെ ഗ്യാപ്പിലാണ് ട്രിപ്പിൾ ബോണ്ട് വരേണ്ടത്. ഓക്കെ, സോ ഇവിടെ 1 2 3, ഇവിടെ 4 ആയി, ഇവിടെ ആവശ്യമില്ലല്ലോ, വേണ്ട, ഇവിടെ. ഓക്കെ, എപ്പോഴും നോക്കേണ്ട സിമ്പിളായിട്ടൊരു കാര്യം നോക്കിയാൽ മതി. ഈ കാർബണിന് ചുറ്റും 4 വരകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ 4 വരകളായി. സോ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഇവിടെ 1 2 3 4, 4 ഇനി വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 1 2 3 4, ഇവിടെ ആയി വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വരയ്ക്കണം ഹൈഡ്രജൻ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. പേര് വന്നിട്ട് CH3 സിംഗിൾ ബോണ്ട്, C ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഹെക്സ് 2 അയൺ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. ഹെക്സ് 6 എണ്ണം വേണം, 6 കാർബൺ. 1 2 3 4 5 6. രണ്ടാമത്തേലാണ് ട്രിപ്പിൾ ബോണ്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഹൈഡ്രജൻ ഇവിടെ ആവശ്യമില്ല, ഇവിടെ ആവശ്യമില്ല. എന്ത് പേര് കൊടുക്കാം? CH3 സിംഗിൾ ബോണ്ട്, C ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ, ഈസി ആണല്ലോ. 3 methyl bute 1 അയൺ, 3 methyl bute 1 അയൺ. ഇത് ബ്രാഞ്ചഡ് ആണ് കേട്ടോ, 3 methyl bute 1 അയൺ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 methyl എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേൽ മീഥൈൽ ബ്രാഞ്ച് വരുന്നുണ്ട്. ബ്യൂട്ടേൻ ആണ്, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. 4 കാർബൺ 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 കാർബൺ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് ബ്യൂട്ടൈൻ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. ഓക്കെ, അതിൽ ബ്യൂട്ട് 1 അയൺ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്നാമത്തേൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇത് മാത്രം ഇത് ആദ്യം നോക്കിക്കേ, ഇത് വരുന്നു ആദ്യം നോക്കാം. ബ്യൂട്ട് 1 അയൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഇനി അതിൽ മൂന്നാമത്തേൽ 1 2 3, മൂന്നാമത്തേൽ എന്ത് കിടക്കുന്നുണ്ട്? മൂന്നാമത്തേൽ ഒരു മീഥൈൽ ബ്രാഞ്ച് കിടക്കുന്നുണ്ട്, CH3 കിടക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ കൊടുത്തോ? ഇവിടെ H കൊടുത്തു, ഇവിടെ തന്നെ ആവശ്യമില്ലല്ലോ, ഇല്ല. 1 2 3. ഓക്കെ, ഇവിടെ ഒരു 4 ഹൈഡ്രജൻ, പിന്നെ ഇവിടെ ഹൈഡ്രജൻ. എന്താ പേര് വരുന്നേ? CH ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? അതിൻ്റെ CH3, പിന്നെ CH3. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, സോ ഇവിടെ കുറച്ച് കംപ്ലീറ്റ് ദ ടേബിൾ. CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2. ഇതിൻ്റെ IUPAC നെയിം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. മെത്ത് എത്ത് പ്രൊപ്പ്, പ്രൊപ്പാണല്ലോ. എത്രാമത്തെ ഗ്യാപ്പിലാണ് വന്നിട്ടില്ല? നമുക്ക് പറയാം 1 2, അങ്ങനെയല്ല, എണ്ണുമ്പോൾ ചെറിയ നമ്പർ കിട്ടണം. 1 2. സോ ഒന്നാമത്തെ മെത്ത് എത്ത് പ്രൊപ്പ്. ഇതെന്താ സാധനം? പ്രൊപ്പാണ്. ഓക്കെ, പ്രൊപ്പ് ഡബിൾ ബോണ്ട് ആണെങ്കിലോ? സോ പ്രൊപ്പീൻ. വേണമെങ്കിൽ പ്രൊപ്പ് 1 എന്ന് പറയാം കേട്ടോ. അടുത്ത് നോക്കിക്കേ, ഹെക്സ് 2 എന്ന് പറഞ്ഞിട്ടുള്ള. ഹെക്സ് 2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് പെൻറ്റ് ഹെക്സ്. അതിൽ രണ്ടാമത്തേൽ ഡബിൾ ബോണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 2 ഇവിടെയാണ് കേട്ടോ, കണ്ടില്ലേ? 1 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് 1 2 3 1 2 1 2 1 1 1 2 3. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ CH3 CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3 എന്ന് വരും. ഓക്കെ, അടുത്തതോ CH3 1 2. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് കേട്ടോ, അയനാണേ. അയനാണെങ്കിൽ രണ്ടാമത്തേലാണ് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. പെൻറ്റാണ് പെൻറ്റ്. എത്രാമത്തേൽ വന്നിട്ടുള്ള? നമുക്ക് 2 2 YNE അയന. ഓക്കെ,
അടുത്തത് ഹെപ്റ്റ് 3 അയൺ. ഹെപ്റ്റ് ആണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്, ഹെപ്റ്റ് 7 വരുന്നത്. 1 മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്, ഹെപ്റ്റ്. ഓക്കെ, അതിൽ എത്രാമത്തേലാണ് വരുന്നത്? മൂന്നാമത്തേലാണ് അയൺ വരുന്നത്. 1 2 3. ഇവിടെയാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ബാക്കിയൊക്കെ സിംഗിൾ കൊടുത്തു. സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ആയി. ഓക്കെ, എന്താ വരിക? CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, C ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3 എന്ന് പേര് വരും. ഓക്കെ, ഹെപ്റ്റ് 3 അയൺ. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കാം. ഓക്കെ.